ഓരോ വെള്ളിയാഴ്ചകളിലും ഹറമിലേക്കും തിരികെ റൂമിലേക്കും ഹാജിമാരെ എത്തിക്കുകയെന്ന ശ്രമകരമായ ദൗത്യമാണ് ഇന്ത്യൻ ഹജ്ജ് മിഷനും സന്നദ്ധ പ്രവർത്തകരും നടത്താറുള്ളത്. മക്കയിലെത്തുന്ന ഓരോ ഹാജിക്കും കൃത്യസമയത്ത് പള്ളിയിലേക്കെത്താനും മടങ്ങിയെത്താനും ഇതുവഴിയാകുന്നു. ഫ്രൈഡേ ഓപ്പറേഷൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് എന്താണ്? മക്കയിലെത്തിയ ഹാജിമാർ ഓരോ വെള്ളിയാഴ്ചയും ഹറമിലെത്തുന്നത് ഉറപ്പാക്കും. പ്രായമേറിയവരും സ്ത്രീകളുമാണ് ഓരോ ഹജ്ജിലും കൂടുതലായി ഉണ്ടാവുക. ഇവരെ ഹറമിൽ നമസ്കാരത്തിന് എത്തിച്ച് സുരക്ഷിതമായി തിരികെ എത്തിക്കുക, ഇതിന് വിളിക്കുന്ന പേരാണ് ഫ്രൈഡേ ഓപ്പറേഷൻ. എംബസിക്കും കോൺസുലേറ്റിനും കീഴിൽ ഇന്ത്യൻ ഹജ്ജ് മിഷനാണ് ഇതിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കുക. താമസ സ്ഥലങ്ങളിൽ നിന്നും ഹാജിമാരെ ഹറമിലേക്കും തിരിച്ചും എത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തി വരാറുള്ളത്. ഇതിൽ സന്നദ്ധ സംഘടനകളും ഭാഗമാകും. KMCCന്റെ വളണ്ടിയർമാർ 3 മേഖലകളിലായിട്ടാണ് ഇപ്പം ഈ ഹജ്ജ് ഫ്രൈഡേ ഓപ്പറേഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അടിയിൽ കുറേ വളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുദായിലും അതുപോലെ തന്നെ മഹബസിനിലുമാണ് വളണ്ടിയേഴ്സ് ഉള്ളത്. അത് ഹാജിമാർ നമ്മളെ ഓരോ ദിക്കുകളിൽ നിന്ന് വരുന്ന ഹാജിമാരെ നമ്മൾ ഇവിടുന്ന് ബസ്സിൽ കയറ്റി വിടുക, അവരുടെ പ്രയാസങ്ങളൊക്കെ നോക്കുക, സഹകരിച്ച് നമ്മൾ മറ്റുള്ള സന്നദ്ധ സംഘടനകൾ കൊടുത്ത് തന്നെ അതുപോലെ തന്നെ KMCC മുന്നോട്ട് ഇതുപോലെ തന്നെ പോവുകയാണ്. തീർത്ഥാടകർക്ക് ഹജ്ജ് മിഷൻ നേരത്തെ അറിയിപ്പ് നൽകും. ഇതനുസരിച്ച് പുലർച്ചെ മുതൽ തന്നെ ഹാജിമാർ ഹറമിലേക്ക് പുറപ്പെടും. ഉച്ചയോടെ ഉണ്ടാകുന്ന തിരക്ക് ഒഴിവാക്കാനാണ് ഇത്. രാവിലെ 10:30 മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും ഹറമിലെത്തും. കഴിഞ്ഞ ദിവസത്തെ ജുമായിൽ 1,00,000 ഇന്ത്യൻ തീർത്ഥാടകർ പങ്കെടുത്തിരുന്നു. മക്കയിലെ കുദായി ബസ് സ്റ്റേഷൻ വഴിയും ശേഷിക്കുന്നവർ മഹബസ്ജിൻ വഴിയുമാണ് ജുമക്കെത്തുക. മുഴുവൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരെയും വിവിധ വകുപ്പുകളിലായി ഹറമിനും പരിസരങ്ങളിലും നിയോഗിക്കും. വിശുദ്ധമായ ഹജ്ജിനെത്തിയ ഹാജിമാർ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർക്ക് പരിശുദ്ധ ഹറം ഷരീഫിലേക്ക് ജുമാക്ക് പോകുന്നതിന് വേണ്ടിയാണ്. ആ സമയത്ത് നമ്മുടെ ICFന്റെയും RCയുടെയും ഹജ്ജ് വളണ്ടിയർ കോർ വളരെ ശാസ്ത്രീയമായി മുൻകൂട്ടി പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കി അവരെ സജ്ജരാക്കുകയാണ് വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തൊട്ടു മുൻപുള്ള ബുധനാഴ്ച ദിവസങ്ങളിലും. ഹാജിമാരെ കൃത്യമായി കണക്കെടുത്ത് നിശ്ചിതമായ സ്ഥലങ്ങളിൽ കൃത്യമായി അവരെ നിർദ്ദേശിക്കുന്ന ഇടങ്ങളിൽ സ്ഥാപിച്ച് ഹാജിമാർക്കുള്ള സേവനം ത്വരിതപ്പെടുത്തുകയാണ് ICFും RCയും ചെയ്യുന്നത്. കഠിനമായ ചൂടിൽ പല ഹാജിമാർക്കും ആരോഗ്യ പ്രയാസങ്ങൾ നേരിടുക വെള്ളിയാഴ്ചകളിൽ പതിവാണ്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനായി പ്രത്യേക മെഡിക്കൽ സംഘങ്ങളെ ഹറമിന് ചുറ്റും സജ്ജമാക്കും. 15,000-ഓളം മലയാളി ഹാജിമാരും ജുമായിലും പ്രാർത്ഥനയിലും ഇക്കഴിഞ്ഞ ദിവസം പങ്കെടുത്തിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കാലത്ത് 6 മണിക്കാണ് റൂമിൽ നിന്ന് പുറപ്പെട്ടത് ജുമാ കിട്ടാൻ വേണ്ടിയിട്ട്. വളരെ തിരക്കായിരുന്നു, എന്നാലും മത്താഫിൻ്റെ അടുത്ത് തന്നെ എത്തി ജുമായിൽ പങ്കെടുക്കാൻ സാധിച്ചു. അത് വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് ഇത് ഓർക്കുകയാണ്. ഏതായാലും വലിയ തിരക്കായിരുന്നു. ഇന്ന് ലക്ഷങ്ങളാണ് ജുമായിൽ പങ്കെടുത്തത്. പ്രത്യേകിച്ച് മത്താഫിൻ്റെ ഉള്ളിൽ 1-ാം നിരയിലൊക്കെ വമ്പൻ തിരക്കാണ്. തവാഫിനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഇന്ത്യൻ ഹാജിമാർ മക്കയിൽ എത്തിയത് മുതൽ വെള്ളിയാഴ്ചകളിൽ പ്രത്യേക ഒരുക്കങ്ങളാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ മക്കയിൽ ഒരുക്കാറുള്ളത്. ഹജ്ജ് മിഷനിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ നാട്ടിൽ നിന്നും ഡെപ്യൂട്ടേഷനിലെത്തിയ ഉദ്യോഗസ്ഥരും വെള്ളിയാഴ്ചകളിലെ പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പ്രവർത്തിക്കും. ഞങ്ങൾ ഹജ്ജിന് വേണ്ടി വന്നതാണ്. ജുമാക്ക് വേണ്ടി 6 മണിക്ക് തന്നെ 5 മണി ശേഷം അറമിൽ പോയി അവിടെ തവാഫ് ചെയ്തു. പിന്നെ ഇത് അവിടെ തന്നെ ഇരുന്നു. ജുമാ കഴിഞ്ഞിട്ട് തിരിച്ചു വരാണ്. വഴിനീളെ തളരുന്ന ഹാജിമാരിൽ പലർക്കും പ്രാഥമിക ചികിത്സ നൽകും. ഇതിനായി പ്രത്യേക മെഡിക്കൽ സംഘങ്ങളെ ഹറം മുതൽ ഹാജിമാരുടെ റൂം വരെ നീളുന്ന വിവിധ ഭാഗങ്ങളിൽ ഏർപ്പെടുത്താറുണ്ട്. സന്നദ്ധ സംഘങ്ങളും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കും. തവാഫ് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് നമസ്കരിക്കുവാനും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. അവിടെ നിന്ന് പോരുവാനാണെങ്കിലും ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് പോകാനാണെങ്കിലും എല്ലാ സമയത്തും ബസ്സുകളുണ്ട്. പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നല്ല തഖ്വയോടുകൂടി ചെയ്യാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഹറമിൽ നിന്നും പുറത്തെത്തി തിരികെ റൂമിലെത്തുകയെന്നത് ശ്രമകരമായ ദൗത്യമാണ്. കഴിഞ്ഞ ദിവസം മാത്രം 12 ലക്ഷം പേരാണ് ഹറമിലെത്തിയത്.
ഇവരെല്ലാം വിവിധ ബസ്സുകളിൽ കയറി റൂമിൽ അണയാൻ 4 മണി വരെ സമയമെടുക്കും. ജുമാക്ക് പോയിട്ട് അവിടുത്തെ ഒരു കുഴപ്പത്തിനില്ല, പക്ഷേ ഇവിടെ ഒരുപാട് ഭയങ്കര വലിയ തിരക്കാണ്. ആ തിരക്കിൽ പിന്നെ പഠിത്തം വേണ്ടിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളിങ്ങനെ പോരുകയാണ്. രാവിലെ 7:00 ഇറങ്ങിയതാണ് ഞങ്ങൾ റൂമിൽ നിന്ന്. ഇതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. രാവിലെ പള്ളിയിൽ കയറി, പള്ളിയിൽ സ്ഥലവും കാര്യങ്ങളും കിട്ടി. അതിനുശേഷമുള്ള ഇങ്ങോട്ടുള്ള തിരക്കാണ് ഈ സമയമായിട്ട് ഇവിടെ എത്തിയത്. ഇപ്പോൾ എത്രയും 3 മണിയായില്ലേ? 3 മണിയായപ്പോഴും ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ എത്തിയിട്ടുള്ളൂ. അതല്ല, പള്ളിയിൽ എല്ലാം ഹൈറായിരുന്നു, റാഹത്തായിരുന്നു. ഹജ്ജിന് മുന്നോടിയായുള്ള അവസാന വെള്ളിയാഴ്ചയായിരുന്നു ഇക്കഴിഞ്ഞത്. അടുത്ത വെള്ളിയാഴ്ച ഹാജിമാർക്ക് ഹറമിലേക്ക് പോകാൻ സാധിക്കില്ല. അടുത്ത വെള്ളിയാഴ്ചയാണ് ഹാജിമാർ മിനായിലേക്ക് നീങ്ങുന്നത്. ഇനി ഹജ്ജ് കഴിഞ്ഞാകും ഫ്രൈഡേ ഓപ്പറേഷൻ ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴുള്ള യാത്ര തിരക്ക് അന്ന് കുറവായിരിക്കും.